ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഈവനിങ്ങിൽ നമുക്ക് സ്നാക്സ് ആയിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ സമയമില്ലാത്ത നേരത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണിത്. പിന്നെ അത് മാത്രമല്ല, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. ഇതിൻ്റെ ഒപ്പം നമുക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, വേറെ കറികളോ ഒന്നും തന്നെ ആവശ്യമില്ല. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അല്ല, നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് നമുക്കൊരു 6-7 സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് ചേർക്കുന്നതാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ, ഇഷ്ടമല്ലാത്തവർക്ക്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, 2 മുട്ട, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര അധികം ഉണ്ടെങ്കിലാണല്ലോ അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്. 1 ഗ്ലാസ് മൈദയ്ക്ക് 3/4 ഗ്ലാസ് വെള്ളം കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. കട്ടിയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സറി ജാറിൽ അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇച്ചിരി ലൂസാണെന്ന് വിചാരിച്ചിട്ടൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല കറക്റ്റിന് നല്ല ഷേപ്പിന് കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 മുട്ടയാണ്. ഒരു മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് 2 ചേർത്തുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സിലോട്ട് നന്നായിട്ട് ഈ മുട്ട നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിലും മുട്ടയുടെ സ്മെല്ലോ അല്ലെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നിൽക്കുകയൊന്നുമില്ല ഏലക്കാപ്പൊടി ചേർത്തില്ലെങ്കിൽ പോലും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ലൂസിനാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അപ്പം നല്ല നല്ലതായിട്ട് വെന്ത് തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലൂസായതുകൊണ്ടാണ് നമുക്കൊരു ഷേപ്പിന് കറക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ വേണമെങ്കിൽ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാമായിരുന്നു. ഞാൻ രണ്ടാമത് മൈദ ചേർത്തില്ല എന്നുള്ളൂ. ഇതാവുമ്പോൾ നല്ല തിന്നായിട്ട് നമുക്ക് ഈ ഒരു ദോശ കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വശം നമുക്ക് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നെയ്യ് തടവി കൊടുക്കണം. നന്നായിട്ട് മുകൾ ഭാഗം നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് തടവി കൊടുത്തിട്ട് മറിച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ലൂസാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് ഇതുപോലെ ലൂസായിട്ട് അപ്പം ചുട്ടെടുക്കുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ മൈദ കുറച്ചും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു അപ്പം കിട്ടുക. അതിലും ടേസ്റ്റ് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. നമുക്ക് ഒട്ടും സമയം വേണ്ട. നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന് അധികം കുക്കിംഗ് ടൈം ഇല്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല സിമ്പിൾ റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.